പാകിസ്ഥാൻ, തുർക്കിയെ, സൗദി അറേബ്യ, ഇവർ 3 പേരും ഒന്നിച്ചേർന്ന് ഒരു ഡിഫൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത് ആരെ ലക്ഷ്യമിട്ടിട്ടാണ്? കാരണം ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ശത്രു ഉണ്ടോ യഥാർത്ഥത്തിൽ? അവർക്ക് 3 പേർ ഇത് ഒരു വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് ടർക്കിഷ് പേപ്പറുകൾ വായിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ല ധാരണ ഇന്ത്യയിൽ കിട്ടുമായിരുന്നു. ഞാൻ അംബാസഡറായിരുന്ന രാജ്യമാണ് ടർക്കി. വളരെ 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 ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് കൾച്ചറുള്ള രാജ്യമാണ്. നൂറ്റാണ്ടുകളായിട്ട് ഡിപ്ലോമസി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഓട്ടോമാൻ. ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഒരിക്കൽ ഞാൻ ഇസ്ലാമാബാദിൽ ചെന്നിട്ടൊരു മ്യൂസിയം കാണാൻ പോയി. അവിടെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ് അവിടുത്തെ ക്യൂറേറ്റർ. അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ വിഷയം അംബാസഡർ എവിടുന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേരളത്തിനോ മലബാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മലബാറല്ല, ഞാൻ അവിടുന്ന് തെക്കൻ ഇതാണ്. എന്താ മലബാർ എന്ന് ചോദിക്കാൻ കാര്യമെന്ന്. അപ്പോൾ പറഞ്ഞു ഇവിടെ മലബാറിലുണ്ടായിരുന്ന ഒരു രാജ്ഞി ഏതോ ഒരു ഘട്ടത്തിൽ ഓട്ടോമാൻ സുൽത്താൻ്റെ അടുത്ത് നിന്ന് സഹായം തേടിയെന്ന്. ഇവിടെ ഫോറിൻ അഗ്രഷനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഫോറിൻ അഗ്രഷൻ എന്ന് വെച്ചാൽ അകത്തുനിന്ന് ഈ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം വന്ന് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്തു. അപ്പോൾ ഈ ആലോചിച്ച് നോക്കുക, ഡിപ്ലോമസി എത്ര ഷൂഡായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ടർക്കി. അവർ ഇത് ഒരു കാലത്തിലും ഒരു ശത്രുതയിലേക്ക് ഇറാനുമായിട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കത്തില്ല. ഈ ഗ്രേറ്റ് പവർ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ വേറൊരു കമ്പോണൻ്റ് ഇതാണ്. എ ഗ്രേറ്റ് പവർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഹാവ് എ ലോങ് മെമ്മറി. ആ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഉള്ളിലുണ്ട് എല്ലാ സമയത്തും. റഷ്യയ്ക്കുണ്ട്. അപ്പോൾ വളരെ നല്ല ആർക്കൈവ്സ് ഉണ്ട് അവിടെ. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടംപറേനിയസ് ആയിട്ട് ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അവർ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷിക്കാൻ തയ്യാറെടുക്കും. അതിലാണ് അവർ അതിൻ്റെ സൊല്യൂഷൻ ശ്രമിക്കുന്നതും. അപ്പോൾ പേർഷ്യൻ എംപയറും തുർക്കിക് എംപയറും രണ്ടും ക്ലാഷ് ചെയ്തിട്ടുള്ളതാണ് ചരിത്രത്തിൽ. 2 പേർക്കും അത് കാരണം ക്ഷതമുണ്ടായി. പാശ്ചാത്യ രാജ്യങ്ങൾക്കാണ് അതിൽ മുതലെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ആ ചരിത്രം ആവർത്തിക്കാനായിട്ട് ടർക്കി ഒരിക്കലും ശ്രമിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ടർക്കിഷ് പ്രസ്സുകൾ വായിച്ചിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ധാരണ ഇത് കിട്ടിയത്. ചുരുക്കം പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കൂടുതൽ കഴിയുന്നില്ല. നമുക്ക് എപ്പോഴെങ്കിലും നല്ലതായിരിക്കുമെന്ന് ഞാനിത് നമുക്ക് ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ്. ഇതിൽ ഈ സംഭവം, ഈ ട്രൈപാർട്ടൈറ്റ് അലയൻസ് വരാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള ഡിസൊല്യൂഷൻമെൻ്റാണ്. അമേരിക്ക ഈ വാഗ്ദാനം ചെയ്തു. അതേസമയം ഇന്ന് വളരെ വ്യക്തമാണ്, ആ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ ഈ പ്രതിസന്ധി വന്നപ്പോൾ അവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധീകരിച്ചു, ഇവരെ മറന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴതിൽ ആ ഒരു വിധേയത്വം ഉണ്ടാക്കി വെച്ചത് ഞങ്ങളുടെ താല്പര്യത്തിനുള്ളതല്ല എന്നവർക്ക് മനസ്സിലായി. അപ്പോഴിനി ഭാവിയിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളും വേണം. അതൊന്ന്. രണ്ടാമത് അവിടെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ പലത്. ഈ ഇറാൻ്റെ ഇതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചൈന അടുപ്പിച്ചു. പിന്നെ സൗദി അറേബ്യയിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ക്രൗൺ പ്രിൻസ് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സൗദി അറേബ്യയുടെ ഭാവിയെ നിരീക്ഷിക്കുന്നു. അതായത് ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടും റിഫോമിസ്റ്റായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു. സോഷ്യൽ റിഫോംസ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഫുട്ബോൾ മാച്ചുകൾ കാണാം, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വണ്ടി ഓടിക്കാം, ഇത്തരത്തിലുള്ള അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഡക്റ്റ് അല്ല, അവിടെ ഒന്നുമല്ല പഠിച്ചത്, നാട്ടിലെ വിദ്യാഭ്യാസമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ വന്നു. അപ്പോൾ അതെല്ലാം കാരണം സൗദി അറേബ്യ തന്നെ വളരെ മാറിയിരിക്കുകയാണ് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഈ യുദ്ധമെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്, നമ്മളുടെ ഈ പ്രശ്നങ്ങൾ ഏതാണ്ട് ഒരു കുടുംബകലഹം പോലെയുള്ളതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇത് നമ്മൾ തന്നെ പരിഹരിക്കുന്നതായിരിക്കും നല്ലത്.